ദുബായിലെത്തി. ഒരു വൻ കഥയായിരുന്നു. ഇല്ല വേണ്ട, ഒരു chaotic travel experience ആയിരുന്നു. ഇനി എന്തിനാ ഓൺ ചെയ്തതിന്? എന്ത് കഷ്ടം. അറബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇന്നലെ ഞങ്ങൾ ഭയങ്കര ലേറ്റ് ആയി. 3 o'clock ആയി ഉറങ്ങാൻ വേണ്ടിയിട്ട്. ജെറ്റ് ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജെറ്റ് ലാഗ് ഒന്നും അങ്ങനെ സോ ഫാർ സോ ഗുഡ്. നമ്മളിവിടെ വിശന്നിട്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ജസ്റ്റ് ഒരു കോഫി മാത്രമേ കുടിച്ചുള്ളൂ. ആൻഡ് റോക്കി ബൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അമൽസ് വി നീഡ് ടു ഗോ. ലേറ്റ് ആയി, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി വിൽ ക്യാച്ച് അപ്പ് അല്ലേ? ഇന്നത്തെ പ്ലാൻ അൽസീഫും ദുബായ് മോൾ ഡൗൺ ടൗണും ആയിരുന്നു. അൽസീഫ് ഇനി എത്രത്തോളം കറങ്ങാൻ പറ്റും, ഷോപ്പ് ചെയ്യാൻ പറ്റും എന്നറിയില്ല. ബട്ട് എനിക്ക് പോയി കുറച്ച് ഫോട്ടോ സ്റ്റോപ്സ് ആൻഡ് ഗോൾഡ് സൂക്ക് ആൻഡ് പ്ലേസ് ലൈക്ക് ദാറ്റ്. ആൻഡ് എനിവേസ് ഔട്ട്ഫിറ്റ് ചെക്ക് ഞാൻ കാണിച്ചു തരാം. ഫിറ്റ് ചെക്ക് അപ്പൂസെ, ഫിറ്റ് ചെക്ക്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. നല്ല വെയിലും നല്ല ചൂടുമാണ്. ന്യൂസിലൻഡിന്റെ തണുപ്പെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഹൗ ഡു യു ഫീൽ? ഭയങ്കര ചൂടാവിടാ, എന്താ ഭയങ്കര ഹ്യൂമിഡ്. നമുക്ക് ആ ഒരു സ്വെറ്റിങ് ഫീൽ ചെയ്യാം. പുറത്തിറങ്ങുമ്പോൾ ഈ റൂമും എ സി ആകുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ബാൽക്കണി പോയാൽ തന്നെ മാൻ ഭയങ്കര എന്താ പറയാ, ഹോട്ട്. ദ മയാമി ഹീറ്റ്. മയാമി ഹീറ്റ്. അമലിന്റെ ഔട്ട്ഫിറ്റ് കളർഫുൾ ആണല്ലോ. സിംഗപ്പൂർ മൾട്ടി ലാംഗ്വേജാ. സി ഇറ്റ്സ് ഇൻ ലൈക്ക് 4 languages. തമിഴ്, സിംഗപ്പൂർ, ചൈനീസ്. അയച്ചൊരു ഫിറ്റ് ചെക്ക്. വെയിലായതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് കരിഞ്ഞു പണ്ടാടങ്ങിയിട്ടുണ്ടാവും. നല്ല വെയിലുണ്ട്, നല്ല വെയിൽ. ഐ തിങ്ക് എനിക്കറിയില്ല, ദിവാലി ഫയർ വർക്ക്സ് എല്ലാം അടുപ്പിച്ച് കുറെ ദിവസം ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ടാണോ എന്ന് അറിയില്ല. അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഫോഗി പോലെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഫോഗി. Maybe it's the humidity. Anyways, let's start our day 1 in Dubai. The next station is eucalyptus is allowed and tea not allowed. Spice. I know. എല്ലാം കറങ്ങി ലഞ്ച് കഴിക്കാനായിരുന്നു. ദിസ് വാസ് ആൻ അഫ്ഗാനി റെസ്റ്റോറന്റ്. ഐ ഡോണ്ട് റിമെമ്പർ എന്താ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബട്ട് ലുക്സ് ലൈക്ക് ഇറ്റ്സ് സം ഫിഷ് ഫ്രൈ, അറബിക് ബ്രെഡ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ എന്താണ്. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ഫിഷ് ഫ്രൈ, ഇറ്റ്സ് ലൈക്ക് ഫിഷ് അൽഫാം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ പ്ലാറ്റർ ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ അവരിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെ വരും കേട്ടോ. അങ്ങനെ ഇറ്റ്സ് ഓൾമോസ്റ്റ് 4. ഇവിടെ ഇഫ് യു നോട്ടീസ് there were so many കുട്ടി കുട്ടി ബോട്ടുകൾ. ഇറ്റ് ഇസ് കോൾഡ് അബ്ര. ഈ അബ്രയിൽ കയറിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ജസ്റ്റ് ലൈക്ക് ദിസ് സൂക്ക്. അവിടെയും ഇഷ്ടംപോലെ സൂക്കുകളുണ്ട്. ഗോൾഡ് സൂക്ക് എല്ലാം അവിടെയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഈ സൂക്ക് ആൻഡ് ലോക്കൽ മാർക്കറ്റ്സ് ആൻഡ് ഇഷ്ടംപോലെ നമ്മുടെ സുവനിയേഴ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. Sky view observatory. Oh man.
സൺസെറ്റിൻ്റെ സമയം ഇവിടെ വരണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഇന്നത്തെ പ്ലാൻ എന്ത് ഭംഗിയാ. പക്ഷേ സൺസെറ്റിൻ്റെ സമയം വന്നാൽ മതിയായിരുന്നു. ആൻഡ് എനിവേസ് ഇത് കഴിഞ്ഞ് വി ഹാവ് ദ ബുർജ് ഖലീഫ. ഞാൻ അപ്പമല്ല ബുർജ് ഖലീഫ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഇനി ബുർജ് ഖലീഫിന്റെ മേലെ ബാക്കി കാഴ്ചകൾ കാണാം. ഞങ്ങളൊരു ദുബായ് മോൾ ഗ്ലാസ് ഇത് ഈ വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ, എനിക്ക് പേടിയാ. എനിക്ക് പേടിയാ സത്യം പറഞ്ഞാല്. ഗ്ലാസ് സ്ലൈഡ് സാധനം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഓരോ പറഞ്ഞ വിളിച്ചതാണ്. ഐശ്വര്യ പേടിയാണ്. I'll show you ചെറിയൊരു ഇത് അതിൻ്റെ അകത്ത് കയറാം. Oh my god, ഇതിൻ്റെ അകത്ത് it's like ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് വന്നിട്ട് അവിടെ വീഴും. And look at the traffic is like, oh my god. വണ്ടി എടുക്കാത്തല്ലേ. ഇത് ഞങ്ങള് ബുർജ് ഖലീഫിന്റെ മേലെ പോകാം. You know, it is all connected with the Dubai Mall. ബുർജ് ഖലീഫ ആയാലും സ്കൈ വ്യൂ ഒബ്സർവേറ്ററി ആയാലും എല്ലാത്തിനും വഴികളുണ്ട് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ വീട്ടിലെത്തി നമ്മുടെ സ്റ്റെപ്പ് നോക്കിയപ്പം വി വാക്ക്ഡ് ഓൾമോസ്റ്റ് 25K സ്റ്റെപ്സ് ആ ഒരു ദിവസം മാത്രം. വഴി അറിയില്ല. ഇവിടെ ലോസ്റ്റ് ആയി. I personally think ബുർജ് ഖലീഫേൻ്റെ മേലെ കയറുന്നത് വർത്ത് അല്ല. കാരണം ഇറ്റ് ഈസ് സോ പ്രൈസി ആൻഡ് നമ്മൾ അത്രയും നേരം നിൽക്കണം. കുറേ നേരം കയറാൻ വേണ്ടി കുറേ നേരം നിൽക്കണം, ഇറങ്ങാൻ വേണ്ടി കുറേ നേരം നിൽക്കണം. ആൻഡ് ഇറ്റ് ഈസ് സോ ക്രൗഡഡ്. ദെർ ഇസ് ഓൾസോ ഈ VIP പാസ് കേട്ടോ, നമുക്ക് പ്രയോറിറ്റി തന്നിട്ട് അവർ നമ്മൾ ആദ്യം കയറ്റും, നമ്മൾ ആദ്യം ഇറക്കും, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ബട്ട് ഇനി വിത്തിൻ സെക്കൻഡ്സ് ഓരോ ഫ്ലോറും പോകുന്ന ഈ ലിഫ്റ്റ് ഉണ്ടല്ലോ, അതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ.
ചാട്. താഴെ ലൈറ്റ് ഷോ നടക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളതിൻ്റെ മേലായി പോയി. We could have enjoyed the view down there. How was your Burj Khalifa experience, Amol? Was great, but ഭയങ്കര ടയർഡായി. ലോങ് സ്റ്റെപ്സ് ലൈക്ക് നമ്മൾ ഹൈക്ക് ചെയ്തങ്ങോട്ട് Burj Khalifa it was worth visiting. Sky View, Burj Khalifa അത്രയും പൈസ കൊടുത്ത് അത്രയും ക്യൂ നിന്ന് കാണണ്ട ഒന്നുമില്ല. Because Burj Khalifa is the beauty. So you guys have to. ഞാൻ ഇത്ര റൂം വരെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഇറ്റ്സ് ലൈക്ക് ഓ മൈ ഗോഡ്, അവിടെ നിന്ന് പോകും നമ്മൾ. എത്ര വേണമെങ്കിലും കാണാം. ഇത് ഓരോ ഹാഫ് ആൻ അവറിലാണെന്ന് തോന്നുന്നു ഈ വാട്ടർ ഫൗണ്ടെയിൻ ഷോ ആൻഡ് ലൈറ്റ് ഡിസ്പ്ലേ ഒക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും. ഐ റിമെമ്പർ ലാസ്റ്റ് ടൈം ഞാൻ ദുബായിൽ വന്ന സമയത്ത് ഇറ്റ് വാസ് സോ ക്രൗഡഡ്. എന്നെ മര്യാദയ്ക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവും. അതൊരു ഈദ് ഹോളിഡേ ആയിരുന്നു. ആൻഡ് ഐ വാസ് ഷോർട്ട്. ഞാനൊന്ന് 8th അവനെ പഠിക്കുന്നവരും റിമെമ്പർ. അതിൻ്റെ മുന്നേ പ്രാവശ്യം വന്ന സമയത്ത് ബുർജ് ഖലീഫ പോലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതിന് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ യുനോ ഓരോ പ്രാവശ്യം ഇവിടെ വരുന്ന സമയത്ത് ഓരോ ഇമോഷനാണ്. ആൻഡ് ദിസ് ടൈം ഇറ്റ് വാസ് സോ സ്പെഷ്യൽ ബിക്കോസ് ഇറ്റ്സ് വിത്ത് അമൽ. Of course. And this city is unreal. Back in New Zealand, I missed the night life. I wouldn't say night life, night light actually. Not that I lived in Dubai, but when I used to live in Oman, okay, you cannot compare Oman with Dubai. Enal Oman has its own beauty. പക്ഷേ ഗൾഫ് കൺട്രീസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ it comes alive at night. 12 മണി വരെയൊക്കെ ഷോപ്സ് ഓപ്പൺ ആയിരിക്കും. ഏത് പാതിരാത്രി വേണമെങ്കിലും നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഓർഡർ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഐ മീൻ നോട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, ബട്ട് യു നോ. സോ യാ, ദിസ് വാസ് അവർ ലാസ്റ്റ് സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വാട്ടർ ഫൗണ്ടെയിൻ എല്ലാം കണ്ടു, അവിടെ ഇരുന്നു. ആൻഡ് എൻ്റെ ഫോണ് ഡെഡായിന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. We were so dead tired. And yeah, that's it for this vlog. I think this was day 1. See you in the next one. Bye bye.